ഹായ് നമസ്കാരം. നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണല്ലേ. കാരണം അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ നമ്മുടെ മനസ്സിനെ ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മനസ്സ് എന്ന് പറയുന്നത് ഒരു കുരങ്ങനെ പോലെ എന്ന് പറയുന്നത്. മനസ്സിങ്ങനെ ചാടി ചാടി ഒരു കൊമ്പിൽ നിന്ന് മറ്റു കൊമ്പിലേക്ക് ഇങ്ങനെ ചാടി ചാടി നിൽക്കും. അതിനെ മെരുക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എത്ര നമ്മൾ എങ്ങനെ ഇത്ര ഈസിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അതിന് നമുക്ക് പ്രാക്ടീസ് കൂടിയേ തീരും. നമുക്ക് തന്നെ നമ്മളൊന്ന് സ്വയം അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ പോലും നിങ്ങൾക്ക് കേട്ട ഈ ഒരു ഇത്രയും സെക്കൻഡിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെല്ലാം ചിന്തകൾ വന്നു പോയിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും 60,000 മുതൽ 80,000 തോട്ടുകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു പോകുന്നത്. പക്ഷേ അതിൽ ഏറ്റവും വലിയ ഭീകരത എന്താണ്? ഇത്രയും കാലം നമ്മളുടെ ലൈഫിൽ നമുക്ക് വന്ന ട്രോമാസ് ആയിരിക്കും നമ്മളുടെ ആ ചിന്തകളിൽ വരുന്നത്. നമ്മൾ അനുഭവിച്ച വിഷമങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള വറീഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലേ? ഈ ചിന്തകൾ എപ്പോഴും അങ്ങനെയാണ്. ചിന്തകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നെഗറ്റിവിറ്റിയിലേക്ക് പോകാൻ അതിന് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അതിനെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ കുറച്ച് പ്രാക്ടീസ് മതിയാവും. പക്ഷെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാൻ ഒരു പ്രാക്ടീസിന്റെ ആവശ്യമില്ല. ചുമ്മാ അതിനങ്ങ് കയറ് ഊരി വിട്ട് കഴിഞ്ഞാൽ മാത്രം മതി. പക്ഷെ നമുക്കതിനെ മെരുക്കിയെടുക്കണം. കാരണം നമ്മളുടെ ജീവിതമല്ലേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. നമുക്ക് നമ്മുടെ മനസ്സിനെ ഒതുക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക? അതിന് വലിയ കാര്യമൊന്നുമില്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. അറ്റ് പ്രസന്റ് ഞാൻ എന്താണോ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ, ഞാൻ എങ്ങനെയാണോ അതിനെ അനലൈസ് ചെയ്യുക, അത്ര മാത്രം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ്, അല്ലേ? നിങ്ങളിത് കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങൾ കേൾക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇതിനുള്ള വഴി അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും നമ്മൾക്കത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിനോട് യൂസ് ടു അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഓരോ 1 അവറിൽ നമ്മൾ അലാം വയ്ക്കുക. എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക, എന്താണ് എൻ്റെ ഇപ്പോഴത്തെ ഇമോഷൻ, ഫീലിങ്സ് എന്താണ്, ഹാപ്പി ആണോ? ദെൻ ഓക്കെ, ഇനി ചിന്തിക്കുക, ഞാൻ സങ്കടത്തിലാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടോ, അതിന് റീസൺ എന്താണ്, അതിനെ പാടെ മറക്കുക. എന്നിട്ട് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന, ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുറ്റത്ത് നടക്കുകയാണ്. അപ്പം നിങ്ങളുടെ മുറ്റത്ത് ഒരുപാട് ചെടികൾ, നമ്മൾ എപ്പോഴാണ് പലതും റിയാലിറ്റി ആവാന്നറിയോ? നമ്മൾ കാണുന്നതും നമ്മൾ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ചിന്തകളും, ഇത് രണ്ടും ഒന്നാവുമ്പോഴാണ് അത് റിയാലിറ്റി ആവുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് റിയാലിറ്റി കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്? കാരണം നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവാണ്, നമ്മൾ കാണുന്ന പലതും നെഗറ്റീവാണ്, നമ്മൾ പറയുന്നതും അതിനെക്കുറിച്ചാണ്, അല്ലേ? അപ്പോൾ മൊത്തത്തിൽ എന്ത് ചെയ്യും? ആ റിയാലിറ്റി തന്നെ മാനിഫെസ്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ കൺവേർട്ട് ചെയ്യണമല്ലേ, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് മാറ്റിയെടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അറ്റ് പ്രസന്റ് എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ കുക്ക് ചെയ്യണം. പലർക്കും സ്ത്രീകളുടെ ഏറ്റവും പ്രശ്നം കുക്കിംഗ് ആയിരിക്കും. അവർ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യുകയൊക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ചിന്തകളുണ്ടല്ലോ, കാട് കടന്നിങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു ഉള്ളി അരിയാണെങ്കിൽ ആ ഉള്ളി നമുക്ക് ചിന്തിക്കുക, ആ ഉള്ളി വന്നല്ലോ, ഇത് എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, അത് എങ്ങനെയായിരിക്കും അത് പ്ലാൻഡ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ? അപ്പോൾ നമുക്ക് അതിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അയ്യോ, ഇതിൻ്റെ പിറകിൽ എത്ര ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലേ? അത് മീൻസ് അത് മുളപ്പിച്ച് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെ ഒരുപാട് ആളുകൾ അതിൻ്റെ കർഷകരായിട്ടുണ്ടായിരിക്കും. അതുപോലെ ഷോപ്പ് നടത്തുന്ന ആളുകൾ, മീൻസ് പിന്നെ ചുമട്ട് തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ അതിൻ്റെ പിറകിൽ പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പം അവരോടൊക്കെ അപ്പം ഈ ഉള്ളി നമ്മളിലേക്ക് എത്താനാണ് ദൈവം നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഉള്ളി നമ്മുടെ കരങ്ങളിൽ എത്താൻ എന്തോരം കൈകളിലൂടെ അത് വന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ കൊടുത്ത ആ പണം എത്ര വീടുകളിൽ അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് അത് ഉപകാരമായിട്ട് പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തകളെ കൺവേർട്ട് ചെയ്യുക. ഇനി നമ്മൾ അലക്കുകയാണോ, നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, ആ വാഷിംഗ് മെഷീനിൽ എത്ര ആളുകളുടെ കരം പതിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പം നമ്മൾ കൊടുത്ത ആ പണത്തിന് ചിലരുണ്ടായിരിക്കും, അയ്യോ ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച മെഷീനാണ്, ഒരു ഉറുപ്പ്യ പോലും അയാളോട് കുറച്ച് തന്നില്ല, കുറ്റപ്പെടുത്തലിരിക്കും. അതൊക്കെ മാറ്റുക, എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. കാരണം എന്തോരം പ്രവർത്തികൾ അതിൻ്റെ പിറകിലുണ്ടല്ലേ. അതിനൊക്കെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുക?
ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. നമ്മുടെ പണി അത് എത്ര എളുപ്പമാക്കി തരുന്നുണ്ട്. ഒന്നാലോചിക്കുക, മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കല്ലിലിട്ട് അലക്കി ഒലുമ്പി എടുക്കുമ്പോഴേക്കും എത്ര സമയം, നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അത് ഈസി ആക്കി തരില്ലേ. അതിന് ഓരോന്നിനും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. അത് മാത്രമാണ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന നെഗറ്റിവിറ്റിനെ ഒഴിവാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് മാറ്റുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ സ്ട്രെസ്സ്. ഇനി നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും വറിയാണോ, ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പലരും പറഞ്ഞു പോയ വാക്കുകൾ, പലരും ചെയ്തു പോയ പ്രവൃത്തികൾ ശരിയാണ്, അത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ അതിനെ കട്ട് ഓഫ് ചെയ്യുക. അത് ഏതായിക്കോട്ടെ. നമുക്ക് ഒരു ലിമിറ്റ് വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സഹിക്കാൻ മീൻസ് നമ്മൾ അവരെ മനസ്സിലാക്കാൻ നിൽക്കണം. നമ്മൾ ഒരിക്കലും പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത്. അവരങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു പരിധി വരെയൊക്കെ നമുക്കൊരു ഡെഡ് ലൈൻ വെക്കണം. ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കരുത്. പക്ഷെ ആ ഡെഡ് ലൈൻ വരെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ മനസ്സിലാക്കാനും അവരെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെയ്തിട്ടില്ല, അവരിനിപ്പോൾ എത്ര നെഗറ്റീവ് ചെയ്താലും അവർ നമുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ആ നല്ല കാര്യങ്ങൾ ഒന്ന് കൗണ്ട് ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. പിന്നെ അവരങ്ങനെയൊക്കെ നമ്മളോട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണ്, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു മാറി നിന്ന് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തിക്കാണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ശ്വസിക്കുന്നില്ലേ, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഫീൽ ചെയ്യുക. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒന്നും വേണ്ട ഭഗവാനെ, ഞാനിപ്പോൾ ജീവനോട് ഇരിക്കുന്നുണ്ടല്ലോ, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. അങ്ങനെ ഓരോന്നിനും നമ്മൾ തൊടുന്നതിൽ ഓരോന്നിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ തുടങ്ങിയാലല്ലോ, അപ്പൊ നമ്മൾ പറയും മൈൻഡ്ഫുൾനെസ്സിലാണ് ഞാൻ, ഐ എം ലിവിങ് അറ്റ് ദ പ്രസന്റ് എന്ന് തോന്നും. അതുവരെ നമ്മൾ എന്തായിരുന്നു, ഒന്നില്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും അല്ലെങ്കിൽ പാസ്റ്റിലായിരിക്കും അല്ലേ. ആ ഫ്യൂച്ചറും വിടുക, പാസ്റ്റും വിടുക. നമ്മൾ അറ്റ് പ്രസന്റിൽ ഗ്രാറ്റിറ്റ്യൂഡോട്ട് ഫീൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹാപ്പിനെസ്സിലിരിക്കാനായിട്ട് പറ്റും. താങ്ക്